അധ്യായം 55. യൂഫോർബിയ. യൂഫോർബിയേസി സസ്യകുടുംബത്തിലെ ഏറ്റവും വലിയ ജനുസാണ് യൂഫോർബിയ. 2000-ത്തിലധികം ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ജനുസ് രൂപത്തിലും ഘടനയിലും ഏറെ വൈവിധ്യം നിറഞ്ഞതാണ്. കുറ്റിച്ചെടികൾ, മരങ്ങൾ, വാർഷിക സസ്യങ്ങൾ, കള്ളിച്ചെടിയോട് സാമ്യമുള്ള ഇനങ്ങൾ എന്നിവയെല്ലാം ഈ ജനുസിൽ കാണപ്പെടുന്നു. പ്രധാന സവിശേഷതകൾ. 1. പാൽക്കറയുടെ സാന്നിധ്യം. യൂഫോർബിയ ചെടികളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇവയുടെ തണ്ടിലോ ഇലയിലോ മുറിവുണ്ടായാൽ ഊറിവരുന്ന വെള്ളനിറത്തിലുള്ള പാൽക്കറ, ലാറ്റക്സ്. ഈ കറ പൊതുവെ വിഷലിപ്തവും ചർമ്മത്തിനും കണ്ണുകൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാണ്. അതിനാൽ ഇവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2. വിശിഷ്ടമായ പൂങ്കുല, സൈഥിയം. യൂഫോർബിയയുടെ യഥാർത്ഥ പൂക്കൾ ചെറുതും സങ്കീർണവുമാണ്. ഇവയെ സൈഥിയം എന്നറിയപ്പെടുന്ന പ്രത്യേകതരം പൂങ്കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. പല ഇനങ്ങളിലും ഈ പൂങ്കുലകൾക്ക് ചുറ്റുമുള്ള വർണ്ണാഭമായ ഇലകൾ പൂക്കൾ പോലെ തോന്നിക്കും. ഉദാഹരണത്തിന്, പോയിൻസെറ്റിയയിൽ യൂഫോർബിയ പൾച്ചെറിമ ചുവന്ന നിറത്തിലുള്ള ബ്രാക്സ് ആണ് പൂക്കളായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഇനങ്ങളും മലയാള പേരുകളും. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നതും അലങ്കാരച്ചെടികളായി വളർത്തപ്പെടുന്നതുമായ നിരവധി യൂഫോർബിയ ഇനങ്ങളുണ്ട്. ക്രൗൺ ഓഫ് തോൺസ്, യൂഫോർബിയ മില്ലി. മുള്ളുകളാൽ ചുറ്റപ്പെട്ട തണ്ടുകളും ആകർഷകമായ പൂക്കളുമുള്ള ഈ ചെടി ക്രൈസ്റ്റ് ചെടി എന്നും അറിയപ്പെടുന്നു. പോയിൻസെറ്റിയ യൂഫോർബിയ പുൾച്ചെറിമ. ക്രിസ്മസ് കാലത്ത് ഏറെ പ്രചാരമുള്ള ഈ ചെടിക്ക് ചുവപ്പ്, പിങ്ക്, വെള്ള നിറങ്ങളിലുള്ള ആകർഷകമായ ബ്രാക്സ് ഉണ്ട്. പൈൻകള്ളി ബൈ ഇലക്കള്ളി. പെൻസിൽ ആകൃതിയിലുള്ള തണ്ടുകളുള്ള ഈ ചെടിക്ക് പസിൽ കള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇലക്കള്ളി, യൂഫോർബിയ നെരിഫോളിയ. ഇതിന്റെ കറയ്ക്ക് ചില ഔഷധഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ വിഷാംശമുള്ളതിനാൽ ഉപയോഗത്തിൽ ജാഗ്രത ആവശ്യമാണ്. ചിത്തിരപ്പാല, യൂഫോർബിയ ഹിർത്ത. നിലംപറ്റി വളരുന്ന ഒരു ചെറിയ സസ്യമാണിത്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു. പരിപാലനം. സക്കുലന്റ് ഇനങ്ങൾക്ക്. അലങ്കാര ചെടികളായി വളർത്തുന്ന യൂഫോർബിയയുടെ, പ്രത്യേകിച്ച് കള്ളിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളുടെ പരിപാലനം താരതമ്യേന എളുപ്പമാണ്. വെളിച്ചം. ഇവയ്ക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. നേരിട്ടുള്ള വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇവ നന്നായി വളരുന്നു. വെള്ളം. വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ് യൂഫോർബിയകൾ. അതിനാൽ മണ്ണിന്റെ മുകൾഭാഗം പൂർണ്ണമായും ഉണങ്ങിയതിനു ശേഷം മാത്രമേ നനയ്ക്കാവൂ. അമിത നനവ് വേരുകൾ അഴുകുന്നതിന് കാരണമാകും. മണ്ണ്. വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. കള്ളിച്ചെടികൾക്ക് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതം അനുയോജ്യമാണ്. സുരക്ഷാ മുൻകരുതലുകൾ. യൂഫോർബിയ ചെടികൾ കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് തണ്ടുകൾ മുറിക്കുകയോ ഇലകൾ നുള്ളുകയോ ചെയ്യുമ്പോൾ കയ്യുറകൾ, ഗ്ലൗസ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയുടെ വിഷലിപ്തമായ പാൽക്കറ കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും കണ്ണുകളിലും വായിലും പറ്റാതിരിക്കാൻ ചെടികളെ അവരിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുമാണ്. Like, share and subscribe. Thank you.